ഗൈസ് ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തി വന്ന് നിൽക്കുകയാണ്. ഇനി 2 ദിവസങ്ങൾ കൂടിയാണുള്ളത്, ഇന്ന് നാളെയും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തെങ്കിലും ട്വിസ്റ്റ്, പ്രത്യേകിച്ച് KBFCയുടെ കാര്യത്തിൽ നമുക്കറിയാം ഇപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്ക്വാഡ് ആയിട്ടില്ല, പല പൊസിഷൻസിലും പ്ലേയേഴ്സിനെ വേണമെന്നുള്ളത്. അപ്പം എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. അപ്പം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മൾ മുമ്പ് എപ്പോഴും പറഞ്ഞുള്ള കാര്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന് റൈറ്റ് വിങ്ങിൽ ഒരു ഫസ്റ്റ് ചോയ്സ് തന്നെ കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ വേണം. അതുപോലെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഫസ്റ്റ് ചോയ്സിലേക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു പ്ലെയർ വേണം. അതുപോലെ റൈറ്റ് ബാക്കിലേക്ക് നമുക്കൊരു സ്ക്വാഡ് പ്ലെയർ വേണം എന്നൊക്കെ ഉള്ളത് സ്റ്റിൽ ഇപ്പോഴും ആ ഒരു കാര്യങ്ങളിലേക്കൊന്നും വരുമ്പോൾ തീരുമാനമായിട്ടില്ല. എന്താണെങ്കിലും ഇനി ഞാൻ പറഞ്ഞല്ലോ, അവസാനത്തെ ദിവസങ്ങളിലാണ് എന്ത് ട്വിസ്റ്റ് വേണമെങ്കിലും സംഭവിക്കാവുന്നൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ചില പ്ലേയേഴ്സിൻ്റെ പിന്നാലെ ഉണ്ട് എന്നുള്ള ചില വാർത്തകളും ഒക്കെ നമുക്ക് റിലയബിൾ സൈറ്റ്സിൽ നിന്നൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡെഡ് ലൈൻ ഡേയ്സിൻ്റെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. കാരണം ഒരു ആ ഒരു സമയത്ത് ഇപ്പം നമ്മളുടെ ഒരു ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അവർ ചോദിക്കുന്ന ഒരു ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്ത് നമ്മൾ കൊണ്ടുവരേണ്ടി വരും. കാരണം ആവശ്യം നമ്മുടെയാണ്. അപ്പം കുറച്ച് മുന്നേ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഫീ ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഐബാൻ്റെ ഒരു കേസിൽ അവസാനം വരെ നിന്നാണ് കുറച്ചും കൂടി ഒരു വലിയ ഫീ കൊടുത്ത് KBFCക്ക് ഗോവയിൽ നിന്ന് താരത്തെ എത്തിക്കേണ്ട ഒരു സാഹചര്യം വന്നത്. എന്നാൽ ഇത്തവണ മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കണം, ISL 30 പ്ലേയേഴ്സിനെയാണ് സ്ക്വാഡിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പം മിക്ക ടീമുകളും ചിലപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ചില പ്ലേയേഴ്സിനെയൊക്കെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അതായത് അപ്പോൾ മറ്റ് ടീമുകൾക്ക് എടുക്കാം, അത് ലോൺ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ഡീൽ എന്ന നിലയിലോ ഒക്കെ എത്തിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ പ്ലേയേഴ്സിനെയൊക്കെ ലക്ഷ്യം വെക്കാൻ പറ്റും. ഇപ്പം കൂടുതൽ എന്താ പറയുക, ഒരു പൊസിഷനിൽ കൂടുതൽ പ്ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ചില പ്ലേയേഴ്സിനെയൊക്കെ നമുക്ക് നോക്കിക്കൊണ്ടുവരാൻ പറ്റുന്നൊരു സാഹചര്യവും ഉണ്ട്. അപ്പം ആ ഒരു അവസരം മുതലാക്കി കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയായിരിക്കും. സോ അതാണ് ഇനി ഒരു പ്രതീക്ഷയുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് വിങ്ങിൽ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. നമ്മൾ അങ്ങനത്തെ പ്ലേയേഴ്സിനെയൊക്കെ വേറെ പൊസിഷൻസിലുള്ള പ്ലേയേഴ്സിനെ നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് വിങ്ങിലെ ചില പ്ലേയേഴ്സിനെയൊക്കെ ഓഫ് ലോഡ് ചെയ്യാനുള്ള സാധ്യത ഉറപ്പായിട്ടും കാണുന്നുണ്ട്. ഇനി പറയേണ്ടത് ഇപ്പം ക്വാമി പെപ്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത, ഇപ്പം IFTWCയുടെ റെജിൻ്റെയൊക്കെ ഒരു ട്വീറ്റ് പ്രകാരം ഓഫ് ലോഡ് ചെയ്യാനുള്ള സാധ്യതകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിൽ ഞാൻ അങ്ങനെ പോകുമോ ഇല്ല എന്നുള്ള സാധ്യത അല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ക്വാമി പെപ്രയെ പറ്റി 2 ഒപ്പീനിയൻസ് ഉണ്ട് ഫാൻസിൻ്റെ ഇടയിൽ തന്നെ. അദ്ദേഹം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അദ്ദേഹം പോയിട്ട് മറ്റൊരു പ്ലെയറെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പം എൻ്റെ ഒരു തീർത്തും എൻ്റെ പേഴ്സണലി ഒപ്പീനിയൻ ആണെന്ന് ഞാൻ പറയാം. എനിക്ക് തോന്നുന്നത് ക്വാമി പെപ്ര പോയിട്ട് പകരം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് വരുന്നതെങ്കിൽ അത് ടീമിൻ്റെ ഒരു സ്റ്റെബിലിറ്റി കൂട്ടാൻ കുറച്ചും കൂടി ഒരു കാരണമാകും എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം ജോഷുവ സൊട്ടീരിയോ ആണ് ഇപ്പോൾ പുതിയ ജീസസ് വരുമ്പോഴത്തേക്കും പോകുന്നതെന്ന് കേൾക്കുന്നു. അപ്പം ക്വാമി പെപ്ര നമുക്ക് ആദ്യം തൊട്ടേ ഈ ഒരു പ്രീ സീസൺ ഫേസിൽ ഒരു സ്ട്രൈക്കർ എന്ന നിലയിലുള്ളതാണ്. അപ്പം അത് പോകുന്നതിന് പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. സോ പുതിയൊരു DM വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ മിഡ്ഫീൽഡിലെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ ലൈക്ക് ജാഹുവിനെ പോലത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ബെമ്മാമറിനെ പോലത്തെയൊക്കെ ഒരു നല്ലൊരു DM വന്നു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം പറഞ്ഞ പോലെ ലൂണ, ജീസസ്, നോവ ഇതിലേതെങ്കിലും ഒരു പ്ലെയർ ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യം എന്താണെങ്കിലും ഉണ്ടാകും. പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലെയർ ബെഞ്ചിൽ ഇരിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ സ്റ്റേബിൾ ആയിട്ടുള്ള 11 ഉണ്ടാകുക, നമുക്ക് റിസൾട്ട് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അതല്ല, ഒരു DM അല്ല വരുന്നത്, പകരം ഒരു സ്ട്രൈക്കർ തന്നെയാണ്. ഇപ്പം ഫിലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ അർജന്റീനൻ പ്ലെയറുടെ ഒരു റൂമേഴ്സൊക്കെ സ്റ്റിൽ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പം അതാണ് വരുന്നതെങ്കിൽ സോ അത് നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് ഗോൾ അടിച്ച യങ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്ക്വാഡിലെ 2 സ്ട്രൈക്കേഴ്സും പ്രീ സീസണിൽ ഒരിക്കൽ പോലും ഭാഗമല്ലാത്ത പ്ലെയേഴ്സ് ആയിരിക്കും ഉണ്ടാകുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇനിഷ്യൽ സ്റ്റേജിൽ ലീഗ് ഫേസിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് മിക്കവാറും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും. ഇന്ത്യ സ്റ്റോപ്പേജിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് നമ്യാൽ ബ്യൂട്ടിയ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റ് ബാക്ക് പ്ലെയർ, BFCയുടെ പ്ലെയറാണ്, അദ്ദേഹത്തെ ചേസ് ചെയ്യുന്നുണ്ട്, സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പറഞ്ഞല്ലോ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള പ്ലെയറാണ്. നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് റൈറ്റ് ബാക്കിൽ ഒരു സ്ക്വാഡിൽ ഒരു പ്ലെയർ ആവശ്യം തന്നെയാണ്. നമുക്കിപ്പം സന്ദീപാണ് ഒരു റൈറ്റ് ബാക്ക് എന്ന് പറയാൻ പ്രോപ്പർ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇപ്പം പ്രബീർ ദാസിൻ്റെ ഇൻകൺസിസ്റ്റൻ്റ് ആണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബാക്കി അങ്ങനെ ഒരു പ്രോപ്പർ പ്ലെയർ ഇല്ല. അപ്പം നമുക്ക് നങ്പാൽ ബ്യൂട്ടിയ വന്നു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം BFCയിലൊക്കെ അദ്ദേഹം അത്യാവശ്യം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 10-29 മാച്ച് ISL കളിച്ചിട്ടുണ്ട്. വലിയ പ്രായമില്ല, 25 വയസ്സോ മറ്റൊക്കെയാണുള്ളത്. BFC നോക്കിക്കഴിഞ്ഞാലും അവർക്ക് റൈറ്റ് ബാക്കിൽ ഇപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് വേണമെങ്കിൽ ഓഫ് ലോഡ് ചെയ്യാം. എനിക്കൊന്ന് 2026 വരെയാണ് കോൺട്രാക്റ്റ് ഉള്ളത്. അപ്പം എന്താണെങ്കിലും ഫീ കൊടുത്തിട്ട് മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഒരു രീതിയിലേക്കൊന്നും പോകില്ല. പക്ഷേ താരതമ്യേന
കുറഞ്ഞ ഫീ ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ഡെഡ് ലൈൻ സാഹചര്യം ആയതുകൊണ്ട് അവരെന്തായിരിക്കും ഡിമാൻഡ് ചെയ്യുക, പ്രത്യേകിച്ച് റൈവൽ ക്ലബ്ബ് കൂടിയാണ്. അപ്പം അത് നോക്കി കാണേണ്ടതാണ്. ആ ഒരു മൂവ് നടന്നു കഴിഞ്ഞാൽ ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഡീലായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും വരാൻ പോകുന്ന ഓരോ മണിക്കൂറുകളും വളരെ നിർണായകം തന്നെയാണ്. എന്തൊക്കെയായിരിക്കും ട്രാൻസ്ഫർ മാർക്കറ്റ് നടക്കുക. ഇപ്പം KBFCയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് ഇന്ത്യൻ ക്ലബ്സിൻ്റെ കാര്യത്തിലൊക്കെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.